ഹായ്, എല്ലാവർക്കും മൈ ലൈഫ് മൈ കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കി വെക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും ഇടാതെ, മസാലപ്പൊടികളൊന്നും ഇടാതെ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനു മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഇതൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസും ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കതൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സാമ്പാറിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കഷ്ണങ്ങളുണ്ട് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് സാമ്പാർ. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായ, 2 ക്യാരറ്റ്, എല്ലാം എന്താ ഇത്ര പച്ചക്കായും ക്യാരറ്റൊക്കെ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ചേന, പിന്നെ കോവയ്ക്ക, പിന്നെ ബീൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഒരു തക്കാളിയും 4 വെണ്ടയ്ക്കയും, കുറച്ച് 3 പച്ചമുളക്, 1/2 കപ്പ് പരിപ്പ്, 1/2 മുറി തേങ്ങ, ഒരു ഉണ്ട പുളി. പിന്നെ ഇത് നമുക്ക് തേങ്ങ വറക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. അതിനു മുന്നേ പൊടികൾ പറയാം. 3 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യം കൂടുതലുള്ള ആൾക്കാർ എരിവ് കൂടുതൽ ഇട്ടാൽ മതി. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങ വറുക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. കുഞ്ഞുള്ളി ഒരു 5-10 എടുത്തിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകമാണ്. പിന്നെ വളരെ കുറച്ച് ഉലുവ ഒരുപാട് നമ്മൾ അതിൽ തേങ്ങ വറുക്കുമ്പോഴിട്ട് അത് സാമ്പാർ കഴിക്കും. പിന്നെ ഇത് അവസാനം നമ്മൾ കറി വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങളാണ്. ഒരു 3 കായ്മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാനൊരു കാര്യം വിട്ടുപോയി, ഒരു സവാളയും കൂടി ഇതിലരിഞ്ഞിടണം നമ്മളെ പച്ചക്കറി കഷ്ണത്തിൽ. ഇനി നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. കുറച്ച് നമ്മൾ പച്ചമുളകൊക്കെ ഇതിലിട്ട് ഈ പൊടികളൊക്കെ, മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ നമ്മളെ കഷ്ണത്തിലേക്ക്, നമ്മൾ 3 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മല്ലിപ്പൊടിയിൽ 1 സ്പൂണ് ഞാനിപ്പോൾ കഷ്ണത്തിലേക്ക് ഇടാൻ പോവാം. ബാക്കി നമുക്ക് പിന്നെയാണ്. പിന്നെ കുറച്ച് ഉപ്പിടണം. എന്നിട്ട് നമ്മൾ ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം. ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് നമുക്കിത് പരിപ്പ് ആകെ വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാതെ നമുക്ക് പരിപ്പ് മാത്രം വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ചുവന്ന പരിപ്പാണ് എടുത്തത്. ചുവന്ന പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിൽ മതിയാവും. 3 വിസിലാകുമ്പോൾ പരിപ്പ് നല്ലതുപോലെ വേവും. അപ്പം നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണ്. അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പൊക്കെ വേകുമ്പോഴേക്ക് പുളി നല്ല കുതിർന്ന്. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ വറുക്കുമ്പോൾ ആദ്യം നമ്മൾ പാന് ചൂടാക്കി, പാനിപ്പോൾ ഏകദേശം ചൂടായി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ഉലുവയും ജീരകം കൂടെ ഇതിൽ ഒന്ന്
ഇടുന്നതാണ്. ആദ്യം ഉലുവയും ജീരകം ഇട്ട് ജസ്റ്റ് ഒരു ചെറുങ്ങനെ ഒന്ന് മൂത്താൽ മതി. ചെറുതായി ഒന്ന് മൂത്ത് എന്നിട്ട് നമ്മൾ ഉള്ളിയിട്ട് തീ കുറച്ച് കൊടുക്കാം. ഉള്ളിയിട്ട് അതൊന്ന് വഴറ്റുക. ചെറുതായി ഇട്ട് നമ്മൾ തേങ്ങ ഇടുക. തേങ്ങ ഒന്ന് വറുത്തെടുക്കും. നല്ലപോലെ റെഡ് കളറ് പറയുന്നത് ബ്രൗൺ കളറ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ. അപ്പം നമ്മുടെ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ പരിപ്പ് ഉടച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം. തേങ്ങ റെഡി ആയിട്ടുണ്ട്. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടില്ലേ? അത് നമുക്ക് നമ്മുടെ മിക്സി ജാറിലോട്ടേക്ക് മാറ്റാം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങ അമ്മിമേൽ ഇട്ടിട്ടാണ് അരക്കുന്നത്. അമ്മിയിലിട്ട് നല്ലതുപോലെ അമ്മയൊക്കെ അടിപൊളിയായിട്ട് അരക്കും. വെള്ളം തൊടാതെ അരക്കും അമ്മിമേലിട്ടിട്ട്. ഇപ്പം നമുക്ക് മിക്സി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇതിൽ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി കഷ്ണങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു വിസിൽ, ചേനയൊക്കെ ഉള്ളതുകൊണ്ട് 2 വിസിൽ വന്നാൽ അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ 2 വിസിൽ മതിയാവും. അതിനു മുന്നേ നമുക്ക് ഈ വെണ്ടയും തക്കാളിയും ഞാൻ ആ കഷ്ണത്തിൽ ഇട്ടിട്ടില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കുന്നത് വെണ്ടയുടെ ആ കൊഴുപ്പ് അധികം കറിയിൽ സാമ്പാറിൽ ഉണ്ടാവില്ല ഇങ്ങനെ വഴറ്റിയാൽ. അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റി ജസ്റ്റ് അതിൻ്റെ വെണ്ടയുടെ വഴുവഴുപ്പൊന്ന് കളയുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിത് കഷ്ണം ഒന്ന് വെന്ത് പാകമായാൽ കുക്കർ ആവി പോയിട്ട് തുറന്നിട്ട് നമ്മളിതതിൽ ഇടുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ കൂടെ എടുക്കും. നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വാട്ടി വെച്ച വെണ്ടക്കയും തക്കാളിയും കൂടി ഇതിലിട്ട് ഒരു വിസിൽ വരണ്ട. വെണ്ടയ്ക്ക് അത്രയേ വേവുള്ളൂ, വെണ്ടയ്ക്ക് ചെറിയ വേവേ ഉള്ളൂ. അപ്പോൾ ഒരു വിസിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഗ്യാസ് കത്തിക്കും. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. തക്കാളിയും വെണ്ടയൊക്കെ നല്ലതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് നേരത്തെ ഉടച്ച് വെച്ച ഈ പരിപ്പ് ചേർക്കാം. ഇതിൽ പരിപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് പുളി ചേർക്കാം. പുളി ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ തിക്കാണ്, നല്ല തിക്കിൽ പിഴിഞ്ഞ് വെച്ചതാണ്. 4 സ്പൂണ് പുളി.
വാളംപുളിയാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ചേർത്ത് സാമ്പാർ ഒന്ന് ലൂസാക്കാം. ഞാനിതിൽ കായോ സാമ്പാർ പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. സാമ്പാർ പൊടി ഇട്ടാൽ ചിലപ്പോഴ് വയറ്റിനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് സാമ്പാർ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. തിക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ചൂടാക്കുമ്പോൾ തണിയുമ്പോഴേക്ക് നല്ല കട്ടിയാവും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്ത് വെച്ച് വേണമെങ്കിലും സാമ്പാർ ഉണ്ടാക്കാം. ഈ വെള്ളരിക്കയോ തക്കാളിയൊക്കെ ഇട്ട് വെറുതെ ഒരു സാമ്പാർ, കുറച്ച് പരിപ്പൊക്കെ വേവിച്ച് വെള്ളരിക്കയും തക്കാളിയൊക്കെ ഇട്ട് വെക്കാം. പിന്നെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് സാമ്പാറിൽ ആഡ് ചെയ്യാം. അതാണ് ഈ സാമ്പാറിന്റെ പ്രത്യേകത. ഈ പച്ചക്കറി കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഒരു വിസിൽ മതിയാവും. ഒറ്റ വിസിൽ നമ്മൾ ആദ്യത്തെ പച്ചക്കറികളൊക്കെ ഒറ്റ വിസിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ഞാൻ ആ സമയത്ത് കഷ്ണത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഈ സാധാരണ കറി തിളച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് കൂടുതൽ ഇടുന്നത്. അപ്പൊ നമുക്ക് ഇനി വറവ് വെക്കാം. ഞാൻ തേങ്ങ വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വറവ് മൂടിയിട്ടാൽ നമ്മുടെ സാമ്പാർ തയ്യാർ. കായൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവും, കായവും സാമ്പാർ പൊടിയൊക്കെ ഇടുന്നുണ്ടാവും. ഞാൻ ഇടാറില്ല. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിച്ച് നമ്മുടെ കടുകൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊട്ടി പൊട്ടി തെറിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മുളകിടാൻ പോവാം. മുളകൊന്ന് മുറിച്ചിട്ടാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് മുറിച്ചാൽ മതി. നമ്മുടെ കറിവേപ്പൊക്കെ ഇട്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അടിപൊളി സാമ്പാറാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പൊടിയൊന്നും അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വയറ്റിനൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാ പച്ചക്കറിയും എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്കിടാം. കൂടെ പരിപ്പൊന്ന് നല്ലതുപോലെ ഉടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ.